എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്ന് വേണമെങ്കിലും പറയാം. കേരളാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? വലിയ കാര്യമാക്കണില്ല. അതെങ്ങനെ മനസ്സിലായില്ല. ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? അതായത് കറക്റ്റ് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. മനസ്സിലായി, സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കലായതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ആക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ നിങ്ങൾ അത് വീഡിയോ ആക്കും. എക്സാക്ട്ലി. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുക. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇവക്ക് അലർജിയാണ് വൈഫിന്. അപ്പം കുറെ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. അതേതായാലും നന്നായി. അപ്പൊ ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ റൂം വൃത്തിയുള്ളത് നോക്കി എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നമ്മളത് വീഡിയോ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ റൂം നിങ്ങളാണോ ഇട്ടിരുന്നത്? ഞാൻ ആക്ച്വലി ആരാ എന്താന്ന് ഓർക്കണേ. പ്രശ്നമാണോ? ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ഞാൻ പ്രശ്നക്കാരനല്ല കേട്ടോ. ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ. അല്ലേ ചന്ദ്രൻ? വെറുതെ ഒരു പ്രശ്നക്കാരൻ. എനിക്ക് ഒരു പാലക്കാട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി നിൽക്കുക. കൈ കഴുകിയിട്ട് ഈ കണ്ണാടി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കൂടെ പിടിച്ചു നിർത്തിയപ്പോ പറയാ, ആ കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം, കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം. ഇപ്പൊ അവിടെ ഒരു വെയിറ്റർ പോയാ, എന്നാ പിന്നെ നിനക്ക് ഈ ഹോട്ടലിൽ ഒരു ബോംബ് വെച്ച് തകർത്തിട്ട് അതിന്റെ പൈസ കൊടുത്താൽ പോരെ. നാടൻ കത്തി ഉണ്ടാവും ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കൈ ഒന്ന് വെട്ടിക്കള. ഇത് വേലിയിലിരുന്ന പാമ്പായിരുന്നു. പോണതിന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേടി. മേലെ എമ്മാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി.